പാട്ട് വളരെ നന്നായിരിക്കുന്നു മോളെ. ആരാ പാടിയത്? എന്റെ അമ്മ. എന്നിട്ട് അമ്മ എവിടെ? മരിച്ചുപോയി. ഈ സമയത്ത് ആരാടാ ഫോണില്? ഹലോ, അളിയ 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 വിക്രം റാത്തോട് ജീവിച്ചിരിക്കുന്നു. ബാബുജി, വിക്രം റാത്തോടിനെ ഞാൻ കണ്ടു. ഇവിടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ. സംസാരിച്ചത് ബാബുജി. വെട്ടി തോണ്ടടാ. നമ്മുടെ സാമ്രാജ്യം കിടുകിടെ വിറപ്പിക്കുന്ന എന്റെ അനുജൻ ടിറ്റിലയുടെ കയ്യിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് അവൻ ജീവിച്ചിരിക്കുന്നോ? സാധാരണക്കാരനല്ല അവൻ. എവിടുണ്ടെങ്കിലും വേണം എനിക്കവനെ. ശരി ബാബുജി. വിക്രം സിംഗ് റാത്തോഡ്, എവിടുണ്ടടാ നീ? ഈ കുരുത്തം കെട്ട പിള്ളേർ എവിടെ ചെന്നാലും എനിക്ക് പാരയാണല്ലോ. നിന്നെയൊക്കെ ഈ ഗ്ലാമറിൽ അവൾ എന്നെ കണ്ട. വരൂ, എല്ലാരും വരൂ, ആഹാരം കഴിക്കാം. വാ. മൂന്നാല് ലോറി അറേഞ്ച് ചെയ്തോണ്ട് വരാം. സാധനങ്ങളിലേക്ക് പോരട്ടെ. നമ്മൾ അവിടെ പോണതേ എന്റെ ലവ് മാറ്റർ സെറ്റിൽ ചെയ്യാനാ. നിനക്ക് ലവ് എന്താ എനിക്ക് പറ്റില്ലേ? എന്റെ ബന്ധു വീട്ടിലെങ്ങാനും കേറി അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കും. അയ്യോ, സത്യ എന്ത് പറ്റിടാ? നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ഈ ശകുനം പിടിച്ച പിള്ളേര്. ശനി, പരമശനി. സെറ്റപ്പ് കൊള്ളാലോ. കഥ ഒക്കെ തുറന്നു കിടക്കുന്നു. ചുമാരി, ഈ കല്യാണം കഴിയുന്നവരെ ഇവിടെ നിൽക്കാനുള്ള ഒരു മാർഗം പറ. അങ്ങോട്ട് നോക്ക്, ആ സാരി കൊടുത്ത് അമ്മച്ചില്ലേ, അതാണ് നമ്മുടെ മാർഗം. ഹലോ അങ്കിൾ. ഹായ് ഗേൾസ്. മോളുടെ ഫ്രണ്ട്സാ. ആരായാലും എന്താ അഹങ്കാരികള്, മൂത്തവരെ ബഹുമാനിക്കണം അറിയില്ല അവർക്ക്. കാലത്തെ പിള്ളേരല്ലേ, കാര്യമാക്കണ്ട. ആന്റി, എന്റെ ആന്റി, എന്നെ അനുഗ്രഹിക്കണമേ. എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്. ഇപ്പൊ കണ്ടില്ലേ മര്യാദ എന്തെന്ന്? ഇത് അയ്യോ, എന്താ ഇത്? ആരെ കണ്ടാലും മാമൻ 2 തവണ നമസ്കരിക്കും. ആന്റി, നിങ്ങളൊക്കെ ആരാ? ആന്റി, എന്റെ ആളാ. മര്യാദ കണ്ടിട്ട് മനസ്സിലായില്ല? ജാവു ബേട്ട, തും അന്തർ ജാവു. ആന്റി, എന്നാ പിന്നെ എന്നെ കൂടെ അങ്ങോട്ട്. ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാ. ആ
മോനെ സത്യ, വിചാരിക്കും പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആകുമ്പോ എന്തിനാണ് ലെഫ്റ്റ്? വലത് കാലം വെച്ച് കയറ്. റൈറ്റ് റൈറ്റ്. ഹലോ, എന്താ? ഇന്നലത്തെ തുമാര ഗാന ചാല ചാല അച്ഛ. എനിക്ക് മലയാളം അറിയാം. മലയാളം അറിയാം? അപ്പൊ പിന്നെ തുടങ്ങിക്കോ. എന്റെ പേര് സത്യബാബു, വീട് അത്തോണി. എന്റെ പേര് നീരജ ഗോസ്വാമി. ആ നീരു, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല. അത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ളടുത്ത്. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മൾ മാത്രം ഇവിടെ പറഞ്ഞു. പറഞ്ഞോട്ടെ. ഐ ലവ് യു. ഐ ലവ് യു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറയാന്ന് വെച്ചാ നാക്ക് നമുക്കിട്ട് തന്നെ ഒരു പണി എന്നാൽ എന്താ ചെയ്യാ? സത്താണിയിലെ അത്തിബാബു ധീരജ നീസ്വാമി ആയിട്ട് ഇത് മാറ്റർ അല്ല. അത് പിന്നെ ചേച്ചി അർജന്റാ ചേച്ചി, ഒന്ന് കൂടെ വാ. എന്താ അർജന്റ്? നീരു 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 കൈവിട്ട് പോയടാ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഒരു കരക്കെടുത്തപ്പോ പാറയായിട്ട് വരുന്നത് ഈ പിള്ളേരാണ്. എന്റെ അപ്പാ, നിനക്കിവിടെ എന്താ കാര്യം? നീ അപ്പുറത്തോട്ടിയല്ലേ? ആഹാ, നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാ എന്റെ കാര്യം എങ്ങനെ നടക്കും? കള്ള കൂട്ടങ്ങള്. തൊണ്ണൂറ്റെട്ട് 99 100. പോലീസ് വരുന്നുണ്ട്, കള്ളന്മാർ വിളിച്ചോ. നമ്മുടെ കാര്യം പോക്കാം മാമ. പോലീസ് കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ, കള്ളനെ കണ്ടുപിടിച്ചേ. കണ്ണാ, വിസിലടിച്ചത് നീയാണോടാ മോനെ? വാ, നിനക്ക് ചോക്ലേറ്റ് തരാം. വാ വാ, ഇങ്ങ് കേറി വാടാ. ഇങ്ങോട്ട് വാടാ. നിനക്ക് ഇവന്മാരാ കുട്ടികള്. എന്താടി ജിന്താത്ത ജിന്താത്തെന്ന് പാടുന്നേ? എന്താ കാര്യം? ഓടി അവിടുന്ന്. ഭംഗിയായിട്ട് നോക്കി പോയതാ, ഇനി നോക്കേയില്ല. ഓ, ഇവിടെ സത്യോ എത്ര പീസടാ. നിന്റെ ഒരു കാര്യം. ഐ, ഐ, ഐ. ശബ, ശബ. ഓ, നീരു, you are so cute. മോനെ സത്യബാബു, ആന്റി. പിള്ളേരുടെ നാപ്കിൻ തീർന്നു പോയിടാ. ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ മോനെ. ശരി ആന്റി. ജാവോ ബേട്ടാ, ജാവോ. ജാ ജാ ജാ. ഓ ഈശ്വരാ. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? കിട്ടുന്നതും കൂടെ സ്ഥലം വിടാതെ അവിടെ കിടന്നു. എന്തെങ്കിലും മുഖത്ത് നോക്കി പറ. ആ പെണ്ണിന്റെ പുറകെ നടന്ന് നീ എന്തെങ്കിലും ഒപ്പിക്കും. നമ്മുടെ പണിക്കട ഒരു പ്രേമോ? അതെന്റെ കാര്യം, എന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം. ഞാൻ പോ, അതാ നല്ലത്. താങ്ക് യു. ആളും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. കള്ളം കള്ളം തന്നെ മാത്രം വിളിക്കണ്ട. നിന്റെ പിന്നെ നിൽക്കുന്ന നിഷ്കളങ്ങനെ. പൊന്നു മാമ, എന്റെ കാലം ഭാര്യ. ഞാനല്ല. പുതിയ പെട്ടി മേടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുക രാവിലെ എന്നെ കള്ളനാക്കാൻ. താൻ എന്ത് പണിയായി കാണിച്ചേ? നീ വെച്ചോ. ഓടി വരണേ, പിടിച്ചോണേ. भैया
എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാർ. പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ ഫീസ് ആ പെട്ടിയില് അതിലൊന്നുമില്ല. ഇല്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മതി, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാ ഇവിടെ വെച്ച് തീർന്നു. ഞാൻ കുറച്ചു നേരം കൂടി നിന്നനെ. പക്ഷേ അവിടെ മൈ ലേഡീസ് വെയിറ്റിംഗ്. അങ്ങനെ നോക്കല്ലേ സഹോദര. മോളെ നീരജ്, സാർ അത് തേക്കിലാണോ ഈട്ടിലാണോ ചെയ്തിരിക്കുന്നത്? അതാ അത് ഈട്ടിയൊന്നുമല്ല, നല്ല പണി ഉണ്ടാക്കല്ലേ. എടാ ഒരിച്ചിരി ജിലേബി സാമ്പാർ കുടിച്ചോ. സാമ്പാർ ദേ ഇവിടെ. എനിക്ക് ഇനി സാമ്പാറാ? അതെ. എനിക്ക് ഇനി സാമ്പാർ വേണ്ടടാ. സാരമില്ല. ഇനി സാമ്പാർ കുടിച്ചാൽ എന്റെ വയറ് പൊട്ടി തകർന്നു. ഇവിടെ സാമ്പാർ കുടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ വില വല്ലതും അറിയൂ? ഇതെന്റെ മുത്തച്ഛൻ. സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആണെന്ന്. ഇനിയും വേണോന്ന്? വാ ഒഴിച്ചോട്. പറ്റിപ്പോയതാ, എന്നോടൊന്നും തോന്നരുത്. ബാത്റൂമിൽ പോയി കഴുകുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ആ സാമ്പാർ കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് ഒഴിച്ചുകൂടായിരുന്നു. എന്നാ പിന്നെ അതിൽ കുറച്ചേക്ക് കൂച്ചാ മതിയായിരുന്നല്ലേ? ഈട്ടിയാണോ തേക്കാണോ നല്ലത്? ഇവിടെ സാമ്പാർ ഒഴിക്കട്ടെ. ഷർട്ട് ഊരി തന്നാ ഞാൻ കഴുകി തരാം. എങ്കിൽ പിന്നെ മൊത്തത്തിൽ ഒഴിക്കായിരുന്നു. എന്നാ കുളിപ്പിച്ച് തന്നേനെ. എന്ത് പണിയാ കാണിച്ചത്? ഒരു കൈ സഹായം. ഇത് സഹായമാ? പിന്നല്ലാതെ എന്റെ ഷർട്ട് കഴിയത്ര ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. വിയർപ്പ് കണ്ട ഒന്ന് തുടച്ചു തരണ്ടേ? അതെന്റെ കടമയല്ലേ. ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യണം, സഹായിക്കുന്നവരെ സഹായിക്കണം എന്ന അത്താണിലെ പ്രമാണം. അത്താണിക്കാരുടെ പ്രമാണമൊക്കെ ഇയാടെ കയ്യിൽ തന്നെ വെച്ചോ. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ സൗത്ത്, ഞാൻ നോർത്ത്. നിങ്ങൾ കേരള പ്രദേശ്, ഞാൻ മധ്യപ്രദേശ്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മധ്യപ്രദേശിൽ ടച്ച് ചെയ്ത അയ്യോ നമ്മച്ചി, ഈ വിരല്. അയ്യോ ഇപ്പൊ ഒരൊറ്റ തവണ ക്ഷമിച്ച, രണ്ടാമത്തേന് അപ്പ ക്ഷമിച്ചാ മതി. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്ങനെയാണോ ഇയാളെ ലവ് ചെയ്യുന്നത്? അപ്പോ നിനക്കും എന്നോട് അതാ? അതുകൊണ്ടല്ലേ അന്ന് ആദ്യം കണ്ടപ്പോ ഇയാളെ മുറിയിലേക്ക് വിളിച്ചതും ഇപ്പൊ ഈ ബാത്റൂമിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതും? അതെയോ? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ തവണ, വിരോധമൊന്നുമില്ലെങ്കിൽ. ബാത്റൂമിൽ എന്തായിരുന്നു പറയരുത്. പ്ലീസ്. എടാ കള്ള, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് അവസാനം എന്നോട് കള്ളത്തരം കാണിക്കോ? സോറി നീറ്റു, നീ സത്യം പറഞ്ഞത്. ഞാനൊരു കള്ളനാ. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി മാറാനും ഞാൻ തയ്യാറാ. ബാക്കി നിന്റെ ഇഷ്ടം. ഈ നിമിഷം മുതൽ മാറുമെങ്കിൽ? അപ്പൊ മാറുമെങ്കിൽ എങ്കിൽ മാറി. വാക്ക് ഈ അത്താണിക്കാരൊരു വാക്ക് പറഞ്ഞ അത് ചത്താലും മാറില്ല മോളെ. അയ്യോ എന്റെ അമ്മോ, ആന്റി, ഒറ്റത്തവണ ഒറ്റത്തവണ. എന്താണ്? അല്ലടാ, നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലേ? ഒരു പെണ്ണിന് വേണ്ടി നീ പണി നിർത്തിയ എന്റെ ഗതി എന്താവും? വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തിക്കോളാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. ഒരേ ഒരു തവണത്തേക്ക് മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്യാം. അത് എത്ര വലിയ റിസ്ക് ഉള്ളതും ആയിക്കോട്ടെ.
ലൈഫ് സെറ്റിൽ ആണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറ. പെട്ടി സൂക്ഷിച്ച് താഴേക്ക് വെച്ചോളൂ. ഷോറൂം ഇതാണെങ്കിൽ ഗോഡൗൺ എന്തുമായിരിക്കും എന്തോ. കറക്റ്റ് മാമ, ഇതുകൊണ്ട് ലൈഫ് സെറ്റിൽ ആക്കാം. വാ. നല്ല ഭാരമുണ്ടല്ലോ ചേച്ചി, എന്താ ഇതിനകത്ത്? എന്റെ കുടുംബത്തിന്റെ 7 തലമുറയ്ക്കുള്ള സമ്പത്താ. കൺട്രോള് മാമാ. ദാ, അയ്യോ ചില്ലറ ഇല്ലല്ലോ. നീ അത് വെച്ചോ. അടിച്ചു, നമുക്ക് ബമ്പർ അടിച്ചു മോനെ. ഹാജി, ക്യാജി? പെട്ടി ഇവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാന്ന് വെച്ചാ ഇവിടെ അത്രയും കള്ളന്മാരാണെന്നേ. നിങ്ങള് മാത്രം നല്ലവരാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. 1 മിനിറ്റ്. എന്റെ അമ്മോ. എന്ത് ചെയ്യാനേ ചേച്ചി, കൊച്ചുനാൾ പോലെ ഞങ്ങൾ നല്ലവരായി അങ്ങ് ശീലിച്ചു പോയി. ഈ പെട്ടി ഒന്ന് നോക്കാവോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഒന്നും പേടിക്കണ്ട, ഈ നിമിഷം മുതൽ ഈ പെട്ടി ഞങ്ങളുടെയാണെന്ന് കരുതിക്കോ. കരുതുന്നതിന് നമ്മൾ തന്നെ ധൈര്യമായിട്ട് പോയിട്ട് പോയിട്ട് വരൂ വരൂ. ചേച്ചി. താങ്ക് യു. ഹരോഹര. ചേച്ചിയുടെ പെട്ടി പറ പറ. ഓ, രാജസ്ഥാനവും കൊണ്ടുവന്ന മഹാലക്ഷ്മി. ഉമ്മ 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 മാമ, ഉമ്മ. മൊത്തം 7 തലമുറയുടെ സ്വത്ത്. അതിൽ 1 മാറ്റി വെച്ച് തുല്യമാക്കിയാൽ ബാക്കി 6. 1 മാമന്, 5 എനിക്ക്. ഏ? അപ്പൊ പിടിക്കപ്പെട്ടാൽ നിനക്ക് 5 കൊല്ലം, എനിക്കൊരു കൊല്ലം. എടാ, എനിക്കും ബുദ്ധി ഉണ്ടടാ മോനെ. മാമനാണെന്ന് പറഞ്ഞ് എപ്പോഴും പറ്റിക്കാവുന്ന കരുതരുത്. 6-ൽ 50-50. 2 എനിക്ക്, 4 നിനക്ക്. അതെങ്ങനെ ശരിയാവുന്നേ? എന്താ ശരിയാവാ? ആ, കണക്ക് പഠിച്ചിട്ട് വരണം. പഠിച്ച കാര്യമൊന്നും പറയണ്ട. എനിക്കെല്ലാം കൃത്യമായിട്ട് എനിക്കറിയാം. സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലല്ലോ. പള്ളി പോയി പറഞ്ഞാ മതി. പള്ളിക്കൂടത്തിന് കാര്യമൊന്നും പറയണ്ട. കാര്യമൊന്നുമില്ല. ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ട് ആദ്യം പറയുന്നത് ബെല്ലല്ലേ അടിച്ച് മാറ്റിയത്? ആരാണ്? എന്നെ ഒന്നും പറയാൻ പഠിപ്പിക്കരുത്. ഏയ്. എന്താടാ, എവിടുന്ന് പൊക്കിയതാടാ ഇത്? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ സ്വന്തമാ. അവർ ഓൺ. എടാ, നിന്റെയൊക്കെ മോന്ത കണ്ടാൽ അറിയാവല്ലോ ഇത് നിങ്ങളുടെ അല്ലെന്ന്. എന്താടാ ഇതിനകത്ത്? ഡ്രസ്, ബ്രഷ്, പേസ്റ്റ്, കത്തി, ബ്ലേഡ്, ഷേവിംഗ് ഐറ്റംസ് ആണ്. ആഹാ, എങ്കി ഒന്ന് തുറന്നേ നോക്കട്ടെ. അല്ല, തുറക്കടാ. എടാ മോനെ, നിന്റെ ബുദ്ധിയും ശക്തിയും തെളിയിക്കാൻ ഇത് തന്നെ അവസരം. ഇയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ കാണിച്ചു കൊടു. പെട്ടി തുറക്കാൻ വരട്ടെ. നീ ആരടാ? ഏമാ കളിക്കുക? പോലീസ് ഏമാ കളിക്കുക? നീ കാക്കി കുപ്പായി ഇട്ടോണ്ട് വന്ന പേടിക്കുന്നവരുണ്ട്. അതവിടെ ഏയ്. വാടാ. ഇത് ടീം വേറെയാ മോനെ. നീ പോലീസ് ആണെന്നുള്ളത് എന്തുവാടാ തെളിവ്? നിന്റെ തൊപ്പി എവിടെ? ലാത്തി എവിടെ? പറയടാ. വാ തുറന്നിരിക്കടാ, വാ തുറന്നിരിക്കടാ. ഇതിൽ കൂടുതൽ തെളിയിക്കാൻ നിൽക്കല്ലടാ. സത്യഭാവു, മാമ, പെട്ടി ഓപ്പൺ ചെയ്യ്. എന്താ മാമ? ഇനി ഒരുണ്ട കൂടി അവൻ ചെലവാക്കിയ ഈ പെട്ടിക്കകത്തുള്ള ഒന്നും എനിക്ക് അനുഭവിക്കാൻ യോഗം കാണത്തില്ല. ഓപ്പൺ ചെയ്യ്. പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്ന ഗ്യാങ്ങാടാ നിങ്ങള്? കിഡ്നാപ്പ് ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല സർ. ആ, ഡാഡിയാ? സ്വന്തം മോളെ തന്നെ കടത്തുവാനോടാ? അല്ലല്ല, അത് ഞാനും മോളും കൂടി ഒരു തമാശ കളിച്ചതാ അല്ലേ മാമ? ആക്കല്ലേ. ഥു. നിന്നെയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ അഡ്രസ് എന്താടാ? ശാസ്ത്രി നഗർ, മട്ടാഞ്ചേരി. സത്യബാബു എന്ന് ആരോട് ചോദിച്ചാലും മതി. കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളണം. ദിവസവും എന്റെ ചെക്കിംഗ് ഉണ്ടാവും. കൊച്ചിനെ അവിടെ കണ്ടില്ലെങ്കിൽ തോക്കൊക്കെ എടുക്കുന്ന എന്തിനാ സർ? എന്റെ മോളെ ഞാൻ നോക്കൂലേ? കൃഷ്ണമണി പോലെ, സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ. സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ. സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ. അപ്പപ്പ ആ രാജസ്ഥാനി പെണ്ണുമ്പിള്ള ഹാജി ക്യാജി എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ട് മുന്നിൽ വന്നപ്പോ
ഇവിടെ ഒരാൾക്ക് എന്തൊരു ഇളക്കമായിരുന്നു. ഉം. നല്ലവരാണെന്ന് അവര് പറഞ്ഞപ്പോ നീ എന്താ കാണിച്ചത്? ഡാഡി, നമ്മുടെ പുതിയ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഞാനൊരു കാര്യം ചോദിച്ചാ പറയൂ, മോളുടെ അച്ഛനാരാ? ഇത് തന്നെ. ചെല്ലി ആ ബെഡ്റൂമും കിച്ചണും ഒക്കെ കൂടി ചെക്ക് ചെയ്യപ്പോ. അതങ്ങ് പറഞ്ഞാ പോരെ. എന്റെ അമ്മോ, ആരോ നന്നായിട്ട് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ എന്നെ കയറി അച്ഛന്ന് വിളിക്കുന്നത് എന്തിനാ? എങ്ങനെ അറിയാൻ? എവിടെങ്കിലും ഒക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെ വരും. ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. ചവിട്ടടാ, ചവിട്ട്, എന്നെ ചവിട്ടടാ. ഇത് അവസാനത്തേതാണെന്ന് പറഞ്ഞ് എന്നെ ചതിച്ചിട്ട് ഇപ്പൊ എനിക്കായ കുറ്റം. ഇങ്ങോട്ട് നോക്ക്. 1 2 3. ഓ, ഇത് ഇവിടെ പൊട്ടിയത് നീ സമാധാനം പറയൂ. അതല്ല മാമ. പോകരുത് അസത്തെ. ചെന്നാ കൊച്ചിന്റെ ചന്തി തേച്ച് കഴിയും ഒരുക്കി നിർത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ആ CIA ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ഇവിടെ ആരും ഇല്ലടാ. എവിടാടാ കൊച്ച്? നീ ആയി നിന്റെ കൊച്ചായി. നീ കാരണം എന്റെ ജീവിതം തെളിച്ചോളൂടാ. അയാൾ കണ്ണുട്ടി കാണിച്ചോണ്ടോ താങ്കൾ ഒച്ച വെച്ചോണ്ടോ ആ കൊച്ചെന്റേതാകൂ. അതിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേഷ്യം വന്ന ഞാൻ മഹാ ചീത്തയാ. അവസാനമായിട്ട് ചോദിക്ക, മോളുടെ അച്ഛനാരാ? ഓ, നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. കഷ്ടം. നിനക്കുള്ള പണി ഞാൻ തരാം. വാ. മോൾ ഇവിടെ ഇരിക്കേ, അച്ഛൻ ഇപ്പൊ വരാം. ഓക്കെ, കയറുന്നു കയറുന്നു. അമ്മ, ആ ശല്യം ഒഴിഞ്ഞു. മാമ എവിടെ പോണു മാമ? തന്നെ നിനക്കെന്താടാ? നീ ആ കൊച്ചിനെ കൊണ്ട് കളഞ്ഞടിച്ച് വന്നു. ഇപ്പൊ പോലീസ് ഇവിടെ എത്തും. നിനക്കൊരു കുഴപ്പമില്ല. അങ്ങർക്ക് എന്റെ മുണ്ടാ ഇഷ്ടം. എന്നെ വിട. മാമ, ഇത്രയും കാലം എല്ലാം ഷെയർ ചെയ്തിട്ട് കഷ്ടകാലം വന്ന് ഇട്ടിട്ട് പോവാ. ഇതിലെനിക്ക് ഷെയർ വേണ്ട. മുഴുവനും നീ എടുത്തോ. തുറക്കടാ. അകത്ത് ആരും ഇല്ലടാ. കൊച്ചിനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? മോളെ മോളെ എവിടാ? ഇവിടെ ആരും ഇല്ലടാ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്നെയാണോ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സ്ട്രീറ്റ് ലൈറ്റ്, കോർട്ട് ബ്യൂറോ, പോസ്റ്റ് ബോക്സ്, ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാന്ന് മനസ്സിലായി. ഇതൊക്കെ എവിടുന്ന് അടിച്ചു മാറ്റിയതാടാ? നീയൊക്കെ കള്ളന്മാരാ? അയ്യോ അല്ല സാർ, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാ സാർ. അല്ല, ഈ കള്ളന്മാരെ കണ്ട എങ്ങനെ ഇരിക്കും? ഊതല്ലേ, ഷേപ്പ് മാറുന്നുണ്ട്. കൈ പൊക്കടാ. ആ സത്യബാബു വിടറാ. സത്യബാബു എന്ന് പറഞ്ഞ എന്താ സാർ? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നീ എവിടേക്കാടാ ഈ ഓടുന്നത്? ഞാൻ ഓടിയില്ലല്ലോ സാർ. കൊച്ചെവിടാ? അല്ല, കൊച്ചു സത്യബാബുന്റെ അടുത്തോട്ട് സാർ. അപ്പൊ സത്യബാബു വിടറാ. അവന്റെ കൂടെ ആ കൊച്ചില്ലെങ്കിൽ നിന്റെ റൈറ്റ്. ഈ കളി നല്ല രസമുണ്ട് ഡാഡി. നമുക്ക് ഒന്നുകൂടി കളിക്കാം. കുറച്ചു നേരമായി നീ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. എന്നിട്ട് എവിടെയാ സത്യഭാവം കുട്ടി? ബെഡ്റൂമിൽ കാണിക്കടാ. കുഞ്ഞുറങ്ങ. എന്താ സാർ, എന്താ വന്നേ? വെരി ഗുഡ്. മോളെ ഇങ്ങനെ തന്നെ നോക്കണം. അത്താണി, ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് നമുക്ക് കള്ളനും പോലീസും കളിക്കാം. നീ പോയി വിളിച്ചോ, ഞാൻ കണ്ടുപിടിക്കാം. ഒരു കാരണവശാലും ഇങ്ങോട്ട് പുറത്തിറങ്ങരുതേ. ഹായ്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ആരാ റൂമില്? ഏത് പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന് അതൊക്കെ ഞാൻ പറയാം. നീ വാ 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 വാ.
നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നേന്ന് എനിക്കറിയാം. വിവാഹത്തിന് മുൻപ് അതൊന്നും വേണ്ട. ഞാനിപ്പോ പറയുന്നത് കേട്ടില്ലെങ്കിൽ കല്യാണം പോലും നടക്കൂല. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നിനക്കറിയോ, 2 ദിവസം കാണാത്ത വിഷമം കൊണ്ട് കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നപ്പോ അത് മനസ്സിലാക്കാതെ. നിരു, മൈ ഡാർലിംഗ്. ഒളിക്ക്, ഒളിക്ക്. പോ, പോ. ഏയ്, ഒളിക്കാൻ. എന്താ ഒളി. എന്താ പറഞ്ഞേ? നല്ല മണം, നല്ല മണം. ഏസന്റെ അടിച്ചിരിക്കുന്നേ. സെന്റ് അവിടെ നിക്കട്ടെ, ആരെങ്കിലും വന്ന് കണ്ടാലോ? എഴുന്നേക്ക്. അത് ശരിയാ, എഴുന്നേറ്റൂടാ. എഴുന്നേറ്റ് ആരെങ്കിലും കാണും. കള്ള റാസ്കൽ. ഇതിലൊക്കെ നല്ല മുൻപരിചയാണല്ലോ നിനക്ക്. നിന്നാണ് സത്യം. ഇതുപോലൊരു സിറ്റുവേഷൻ ലൈഫിൽ അമ്മയാണ് ഫസ്റ്റ് ടൈം. വിശ്വസിക്കേ പ്ലീസ്, പ്ലീസ്. ആ പെട്ടിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? മാമാ, ബന്ധം പറയണ്ട, കാര്യം പറ. ഈ കൊച്ചിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണ്ടേ? എത്ര കാലം ഞാൻ എന്നെ ചുമന്നു നടക്കും? ചുമന്നു ഒറ്റയ്ക്ക് എന്നെ കുടിക്കട്ടെ. നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ട. സെർച്ച് ചെയ്യേ. നീ കൊച്ചിനെ കുട്ടി ഫോട്ടോ എടുത്തോ? എന്റെ ഫോട്ടോ അല്ല, അവളുടെ അച്ഛന്റെയാ. അയാളെ കണ്ട എന്നെ പോലെ തന്നെ ഉണ്ട്. ആദ്യം അയാളെ കണ്ടുപിടിച്ച് ഈ കൊച്ചിനെ അയാളെ ഏൽപ്പിക്കണം. എവിടെ ഉണ്ടെന്ന് ആർക്കറിയാം? എവിടെ ഉണ്ടായാലും കണ്ടുപിടിക്കും ഞാൻ. ചോദിക്കേ. ആ ശരി. ഈ ഫോട്ടോയിലുള്ള ആളിനെ ഇവിടെ കാണാൻ കണ്ടിട്ടുണ്ടോ? എന്താടാ നമ്പർ ഇറക്കുക? ആളെ പുറകെ നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടാ? എടാ, പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് കക്കാൻ ഇറങ്ങിയിരിക്കാന്നോ? പോയാ പോരെ. എന്തിനാ എല്ലാരും കൂടെ ഓടുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? ആ വാ വാ, കേറ് കേറ്, നമുക്ക് പോ. എവിടെ പോവാനാ? എവിടെ പോയാലും അവന്റെ ചാവ് എന്റെ കൈ കൊണ്ടാ. വരണ്ട. മിസ്റ്റർ വിക്രം, നിങ്ങൾക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിയാലോ? നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് മുമ്പ് നടന്ന ആക്സിഡന്റിൽ നിങ്ങളുടെ ബ്രെയിനിന് ഒരു ക്ഷതം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒരു മേജർ ബ്ലഡ് വെസൽ ഡാമേജ് ആയി ബലൂൺ പോലെ വീർത്തിരിക്കുകയാണ്. അത് ഏത് നിമിഷവും പൊട്ടാവുന്ന നിലയിലാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ തലയിൽ ഒരു അഗ്നിപർവ്വതവും കൊണ്ടാണ് നിങ്ങളുടെ നടപ്പ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഹോസ്പിറ്റൽ വിട്ട് വെളിയിൽ പോകരുത്. എന്റെ വാക്ക് തട്ടിക്കളയുന്നതും മരണം ചോദിച്ചു വാങ്ങുന്നതും തുല്യമായിരിക്കും.
എന്നാ തിന്നോ. എന്താ വിശപ്പില്ല നിനക്ക്? എന്നാ തിന്ന്. എന്നും എനിക്ക് വാരി തരുന്നത് ഡാഡിയല്ലേ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എന്റെ കൈ മുറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ എടുത്ത് തിന്നടി. ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ, ദരിദ്രം പിടിച്ച സാധനം. കുളിപ്പിക്കണം, ചാപ്പാടുണ്ടാക്കണം, വാരി കൊടുക്കണം, ശല്യം. ഡാഡി ഇനി എന്താ? കൈ മുറിഞ്ഞിരിക്കല്ലേ, ഞാൻ വാരിത്തരാം. എനിക്ക് വിശപ്പൊന്നുമില്ല, നീ കഴിച്ചോ. പോ. ഓ ശല്യം. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താടി, നിനക്ക് ഇറങ്ങൂലേ? നാശം പിടിച്ചത്. ഛെ. എവിടെയാ പിശാച്? ആ, ഉറങ്ങിയ. തിന്നില്ല. നിന്നെ അല്ല, നിന്റെ തന്തയെ പറഞ്ഞാ മതി. അവന് വേണ്ടാത്തോണ്ട് അവൻ നിന്നെ ഒരു പെട്ടിയിലാക്കി എന്റെ തലയിൽ കെട്ടി വെച്ചു. അതുകൊണ്ട് നീ തിന്നുവോ തിന്നാതിരിക്കോ ചാകോ അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ അമ്മോ, ഈ സത്യബാബു നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്ക് ചോറ് വിളമ്പി ഊട്ടിത്തരണം, അതിന് എന്നെ കിട്ടില്ല. മനസ്സിലായോ? ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നിനക്ക് പാട്ടാ. സൈലൻസ്. സൈലൻസ് ആവാൻ പറഞ്ഞാ നീ കിട്ടേണ്ടത് കിട്ടിയപ്പോ ആരായാലും പാട്ട് നിർത്തും. ഈ ശവത്തിന് ഉറക്കൂല്ലേ? എന്തിനാ കരയുന്നേ? അമ്മയുടെ പാട്ട് വരുന്നില്ല ഡാഡി, ഇത് പൊട്ടിപ്പോയി. താങ്ക് യു ഡാഡി. ഈ ഒരു ഉരുള കൂടി കഴിക്കുമോളെ. വേണ്ട ഡാഡി, എന്റെ പൊന്നു മോളല്ലേ, ഒന്നേ ഒന്ന്. വാ, അത് മതി. വാ വാ. അങ്ങനെ അച്ഛന്റെ പൊന്നുമോള്. ഡാഡി ആരോ വന്നേക്കണു. കൂടുതൽ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. അബദ്ധം പറ്റിയത് എനിക്ക്. നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. കുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ നമുക്ക് കുട്ടികൾ വേണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചു.
അത് പിന്നെ വേണ്ട, നിങ്ങൾ എന്നെ ചതിച്ചു. നീരു, ഡാഡി മോൾ ഇവിടെ തന്നെ ഇരുന്നു, ഞാനിപ്പോ വരാം. നീരു, നീരു, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. ആ കുട്ടി എന്റേതല്ല. ആ കുട്ടി നിന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ ഞങ്ങൾ നീ പറയുന്ന എങ്ങനെ വിശ്വസിക്കും? അതിന്റെ അച്ഛൻ കാഴ്ചയിൽ എന്നെ പോലെയാ. അതുകൊണ്ട് ആ കുട്ടി കൺഫ്യൂഷനില്ല. നീ എല്ലാം മതിയാക്കിയെന്ന് മോള് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധം ആലോചിക്കാൻ വന്നത്. നീ ഒന്നും ഒരിക്കലും മാറില്ല. സർ, ഞാൻ പറയുന്നത് സത്യമാണ് സർ. നീരു, നീയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ആ കുട്ടിയും ഞാനും തമ്മിലൊരു ബന്ധമില്ല. നീയാണ് സത്യം. നിനക്കും ആ കുട്ടിക്കും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇല്ല സർ. അങ്ങനെയെങ്കിൽ വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ. അതിൽ നീ ഉണ്ടാവും. നീ ഒറ്റയ്ക്ക്. ഡാഡി ലോലിപോപ്പ്. സത്യബാബു, നീ കുട്ടിയെ കൊണ്ട് ഓടിക്കോ. പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അവന്മാര് കൊന്നു കളയും. ആരാണ് നിനക്ക്? എന്താ നിനക്ക് ഉദ്ദേശം? ഒരൊറ്റ തവണ കൂടി പ്ലീസ് ഡാ. പേടിക്കണ്ട മോളെ, ഒന്നുമില്ല. മോളെ, 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 മോളെ.
മീശ വിരിച്ചു നിന്ന് പറഞ്ഞ മഹാൻ എന്റെ മുമ്പിൽ ചാവും കാത്തു കിടക്കുന്നു. വാചകം അടിക്കുന്ന അത്ര ഈസി അല്ലടാ മരണത്തിന്റെ മുന്നിൽ കിടക്കുന്നത്. കേട്ടോടാ നായിന്റെ. നിന്റെ ചാവ് തടയാൻ ദൈവത്തിന്റെ ഏത് അവതാരം ഉണ്ടടാ. ചാകുമെന്ന് ഭയപ്പെട്ട് നെട്ടോട്ടമോടി കണ്ട ഓടയിൽ ഒളിക്കുന്ന വെറും എട്ടണക്കൂലി ഗുണ്ടയല്ലടാ ഞാൻ. റാഥോഡ്, വിക്രം റാഥോഡ്. ഭയം എനിക്കില്ലടാ മരണത്തെ. ഒറ്റയ്ക്ക് എന്നെ നേരിടാൻ ചങ്കൂറ്റമില്ലാതെ നായ്ക്കളെ പോലെ ആയുസ് ഒടുങ്ങും വരെ എന്റെ പുറകെ നടക്കും നീയൊക്കെ. എന്റെ ചാവ് തീരുമാനിക്കാൻ പോയിട്ട് എന്റെ മീശയിലെ രോമത്തിൽ തൊടാൻ നീയൊക്കെ പോരാതെ വരും. പൗരുഷത്തോടെ പിരിക്കുന്ന ഈ മീശയിൽ തൊട്ട് പ്രാണനേക്കാൾ പ്രിയപ്പെട്ട എന്റെ പൊന്നുമുള തൊട്ട് നിങ്ങളിൽ ഒറ്റ എണ്ണം ബാക്കി വന്നാൽ, നിങ്ങളെക്കാൾ ഒരു ക്ഷണം മുമ്പേ ഞാൻ മരിച്ചാൽ ഈ മീശ കാണില്ലടാ എന്റെ ശവമടക്ക് നടക്കുമ്പം. കേട്ടോടാ കൂട്ടിച്ചി പട്ടികളെ, വരണടാ.
ഇൻസ്പെക്ടർ, ഏവനെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല സർ. ഡോക്ടർ, മോൾക്ക് കുട്ടി കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ഡോണ്ട് വറി. ശരി ഡോക്ടർ. ഡോക്ടർ, ഞങ്ങളുടെ സാറ് We do our level best. എനിക്കറിയാം, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം ആര്, ഞങ്ങളാര്, ഒരു ബന്ധവുമില്ലാതെ നിങ്ങളെ ഞങ്ങളെന്തിനു ബുദ്ധിമുട്ടിച്ചു, ഞങ്ങളുടെ ഉദ്ദേശം, അതൊക്കെ വിവരിച്ച് തന്നെ പറയണം. എല്ലാ കാലവും ഓർമ്മിക്കപ്പെടാൻ ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചിരിക്കണമെന്നില്ല. ഒരൊറ്റ ദിവസം മതി. അദ്ദേഹത്തിന്റെ വിജയങ്ങൾ അദ്ദേഹത്തെ 100 വർഷം ജീവിപ്പിക്കും. ഒരു നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മ, ഒരു പവർ. അതാണ് വിക്രം സിംഗ് റാത്തോഡ്, IPS, അഡീഷണൽ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. 6 മാസം മുമ്പ് വരെ ആ പ്രദേശത്തെ ജനങ്ങൾ ജീവച്ഛവമായാണ് കഴിഞ്ഞിരുന്നത്. പോലീസ് കാക്കി ഡ്രസ് യൂണിഫോം ആണെന്നുള്ള സത്യം മറന്ന് കേവലം ഉടുതുണി മാത്രമായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഞാനായിരുന്നു ഏരിയ CI. എങ്ങോട്ടായത്? ബാവുജി ഒന്ന് കാണണം എനിക്ക്. പോലീസും പട്ടാളൊന്നും ഇവിടെ പറ്റില്ല. അതാ റൂള്. സമസ്ത പാപക്ഷേകരം ഗോപം ച ഗവ്യപാദോദകം സർവവ്യാധി നിവാരണം ശുഭം. ആ പശുക്കളെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ദിനം പ്രതി ഓരോന്നും ക്ഷീണിച്ചു വരിക. നമസ്തേ. ആ റാം റാം ബാബുജി. ബോൾ. ഞാനിവിടുത്തെ CI. എൻ്റെ പേര് മഹേഷ്. ക്യാ പ്രോബ്ലം ഹൈ? ബോൾ. 2 ദിവസമായി എൻ്റെ ഭാര്യയെ കാണാനില്ല സാർ. अच्छा, नाम क्या है? പ്രമീള. एज? 30 സാർ. 30? വളരെ കുഴപ്പം പിടിച്ച പ്രായം. ചാടിപ്പോയി കാണും. ഡാഡി, അമ്മ ഡാഡി, ഡാഡി, അമ്മ ഡാഡി. അരെ ബോൽബേ, എവിടെ പോയെന്ന് അറിയോ? അറിയില്ല സാർ. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടാ? ഇല്ല സാർ. അച്ഛാ, അവളങ്ങ് വന്നോളും. എന്താ 2 ദിവസം അതിനകത്ത് അവളെ എങ്ങോട്ടേക്കാം. ബാബുജി, 2 ദിവസമായി കുട്ടികൾ എന്തെങ്കിലും കഴിച്ചിട്ട്. എത്തിക്കാന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? പിള്ളേരെ വിളിച്ചോണ്ട് വേഗം പോവാൻ നോക്ക്. ആ ചെല്ലേ, പോകാനല്ലേ പറഞ്ഞത്? പോ. അപ്പ അയ്യോ, സ്ലീപ്പർ കോച്ച് അതെവിടെ? വരുന്നടാ. AC ബോഗി നിർത്ത് കാലിയെങ്കിൽ ഞാനും കൂടി കേറാം. ആന്റി ഫ്രീയാ. വെയിറ്റിംഗ് ലിസ്റ്റാ. ശേഖർ, അവരുടെ ഈ മാമൂലങ്ങ് കൊടുത്തേക്ക്. കാശ് കൊണ്ടു തരാൻ നിനക്ക് എന്താടാ ഇത്ര പ്രയാസം? കാശ് മാത്രല്ല, വേണമെങ്കിൽ പീസിനെ വരെ ഇവൻ പൊക്കിക്കൊണ്ട് തരും. ഒന്ന് പോടാ.
ഇവനെയൊക്കെ അടിച്ചൊതുക്കാൻ ആളില്ലല്ലോ. ടാക്സി ടാക്സി സാർ, ടാക്സി വേണം സാർ. എവിടെ പോണം സാർ? ദേവഗിരി. 2000. അതത്ര ദൂരെ അല്ലല്ലോ. ദൂരമല്ല പ്രശ്നം, ബാബുജിയുടെ തീരുമാന. ആവശ്യമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോ പറഞ്ഞ തുക കിട്ടണം. പൈസ സാർ, അവരോട് വഴക്കിന് പോകണ്ട, ചോദിച്ചു കൊടുത്തേക്ക്. ആഹാ, മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളുടെ അമ്മ എവിടാ? വന്നില്ലേ? ഇതാണോ? ഒന്ന് പറഞ്ഞേച്ചും പോടേ. ഇന്ന് ബുക്കിംഗ് നാളെ കിട്ടിയാലും മതി. അമ്മയുടെ പാട്ട് ഇതിലുണ്ട്. മോളിത് കേട്ടോണ്ടിരുന്നു. എന്താടാ കിട്ടിയത് പോരെ? ആരാണോ അത്? ആരാണോ എന്നെ അടിച്ചത്? പറയാനാ പറഞ്ഞത്. വലിയ കണ്ണും കണ്ടൂടാ. അയ്യോ, സലാം സർ. അയ്യോ അയ്യോ, അർജന്റ പെട്ടെന്ന് പോയിട്ട് വരാണ്ണ. എഴുന്നേക്ക്. എഴുന്നേക്ക്. നിന്റെ പേര്? ജംബു. നിന്റെ പേര് പറ. പേര് പറ. നിന്റെ പേര്? ഷർട്ടെട്. കാശെടുക്ക. ഇതില് നിന്റേതൊന്നുമില്ലല്ലോ. നന്നായി ഭയ്യ, നന്നായി. ആരാ നിങ്ങള്? അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഈ പണം ആരുടെ വെച്ചാൽ കൊടുത്തേക്ക്. ശരി സാർ. ബട്ടൺസ് ഇട്ടോ. ഓടിപ്പിക്കോ. എന്റെ കണ്ണിൽ പെടാതെ. ഡാഡി. ഗുഡ് മോർണിംഗ് സർ. റസിയ, സ്ഥലം എസ് ഐ. വെൽക്കം ടു ദേവഗിരി. താങ്ക് യു. എന്താ സർ ഇതെല്ലാം തനിച്ച് ചെയ്യുന്നേ? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നില്ലേ? ഇറ്റ്സ് ഓക്കെ, ശീലിച്ചു പോയി. ഗുഡ് മോർണിംഗ് സർ. ഐ എം മഹേഷ് സർ. ഹലോ മഹേഷ്. സർ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടും. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഇരിക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. സാർ, മോക്ക് പാല് കൊടുക്കട്ടെ? ഞാൻ കൊടുത്തോളാം. അല്ല സർ, മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. മാഡം വന്നില്ലേ? സോറി സർ. ഇവരേതാ യൂണിഫോം ഒക്കെ ഇട്ട്? ഡാഡി, സ്കൂളിൽ സമയായി. അനിയത്തിക്ക് മുടി കെട്ടി കൊടുക്കാൻ എനിക്കറിയില്ല. ഒന്ന് വാ. ഇങ്ങോട്ട് വരാൻ ആര് പറഞ്ഞു? മഹേഷ്, നിങ്ങൾ ഒറ്റയ്ക്കാ? ഓ, ഐ എം സോറി. അമ്മ മരിച്ച കുട്ടികളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ചെന്നവരെ സഹായിക്കേ. ചെല്ല. അമ്മ മരിച്ചു പോയിട്ടില്ല അങ്കിൾ, ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടാകും?
എവനടാ ആരാടാ നിന്നെ കടത്തിവിട്ടത്? എന്താണ് ഇത്? ഇവനെല്ലാം പൊളിച്ചടുക്കോ? ഒറ്റ ഫോൺ അടിച്ചാൽ എവിടേക്ക് വേണമെന്ന് വിചാരിക്കുന്നോ അവിടേക്ക് എടുത്തടിക്കും തന്നെ ഞാൻ. പോലീസുകാരന് ട്രാൻസ്ഫർ കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും, പോസ്റ്റ് ഓഫീസിലേക്കല്ല. റാഥോഡ്, ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം മതി എനിക്ക് രണ്ടിനെയും തീർത്ത് കെട്ടാൻ. വണ്ടി കയറിയോട് പ്രേമള. ആരെങ്കിലും കേട്ടു തുറക്കടാ. ഒന്ന് വേഗം ആട്ടാ. ബാബുജി, ബാബുജി, ഇതിന് അവനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഈയുടെ ഹോം മിനിസ്റ്റർ പദവി വേസ്റ്റ്. മാഫ് കീജിയെ, ആ DGP യോട് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് ബാബുജി. അങ്ങനത്തെ വലിയ മനസ്സ് കാണിക്കണേ ബാബുജി. ഇതിനു വേണ്ടി അങ്ങയുടെ അനിയൻ ടിറ്റിലെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ഈ നാട് കത്തിച്ചാമ്പലാവും ബാബുജി. അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ ശരീരം കിടുകിടാ വിറയ്ക്കുക. ഒരു കാര്യം ബാബുജി, അങ്ങയുടെ മോന്റെ കാര്യം ഞാൻ ഏറ്റു. വന്നാ ഗുഡ് മോർണിംഗ്. അതിലൊന്നും ഒരു കുറവും വരുത്തണ്ട. ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടന്നെന്ന് അറിഞ്ഞിട്ടും താൻ ആദ്യം ആട്ടിക്കൊണ്ടങ്ങ് നടന്നോ? ലാത്തി, ആ വാക്കിനെ പരിഹസിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ സാർ. നാട്ടിൽ എന്ത് സംഭവിച്ചാലും കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണല്ലോ അങ്ങയുടെ കൽപ്പന. അതാ സാർ ലാത്തിക്ക് പണിയില്ലാതായത്. വിശദീകരിക്കേണ്ട. നാട് വേറെ, ബാബുജി വേറെ. ബാബുജി ആരാ? ഈ നാടിന്റെ അധികാരി. അദ്ദേഹത്തിന്റെ മകനെ അറസ്റ്റ് ചെയ്യോ? അവൻ ആരാ? എവിടുന്നാ? പറയണോ? പുതുതായി വന്ന ASP സർ, വിക്രം റാത്തോഡ്. തോടായാലും കുളമായാലും ഇവനൊക്കെ എങ്ങോട്ട് കെട്ടിയെടുത്ത് ആരാടോ? പറയണോ? ഞാൻ വിളിപ്പിച്ചതല്ല സർ, റെഗുലർ ട്രാൻസ്ഫർ. മിണ്ടിപ്പോകരുത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാ നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല. അപ്പൊ നിങ്ങളെ ഓഫീസിൽ നിന്ന് ഉറങ്ങായിരുന്നെന്ന് പറ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇതിന് താനത്തോ സമാധാനം പറയും. പറയണോ? ഞാൻ എൻക്വയറി നടത്തി സർ. അത് പോരാ. ഇതൊന്നും അവസാനിക്കണമെങ്കിൽ ഈ നാട്ടിലെ സകല പോലീസുകാർ ഇവിടെ വന്ന് ബാബുജിയുടെ കാല് പിടിച്ചേ പറ്റൂ. ഒരു സൗജന്യം ചെയ്തുതരാം. ബാബുജിയുടെ മനയും കൊണ്ട് അവൻ തന്നെ ഇവിടെ വന്ന് മാപ്പും പറഞ്ഞ് ഈ കാലം നാക്കി തുടയ്ക്കണം. എന്നാ നടക്കോ? പറഞ്ഞു നോക്കാം സർ. ഇനി പോവാലോ? പോടോ, പറഞ്ഞെങ്കിൽ ചെയ്യ്. തലയ്ക്ക് ഭ്രാന്തെടുക്കുക. ഓരോരുത്തന്മാര് വന്നോളും. ദേഹത്ത് യൂണിഫോം വേണം, ഉടനെ വലിയ ഹീറോ ആവണം. ലോകം നന്നാക്കി അടങ്ങൂ. ഹോം മിനിസ്റ്ററോട് മറുപടി പറയേണ്ടത് ഞാനാ. എവിടുന്നെങ്കിലും കിട്ടേണ്ടത് കിട്ടിയാലേ ഇവനൊക്കെ പഠിക്കൂ. ഫയൽ എവിടെ? സർ, ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡ്. എവിടെണ്ട്? വിളിക്കണോ സർ? നമ്മൾ ചെന്ന് കാണുന്നു. That is Vikram Singh Rathod IPS, first posting Warangal, Andhra Pradesh. 4 വർഷത്തിനുള്ളിൽ 4 പ്രൊമോഷൻ, 10 ട്രാൻസ്ഫർ. കോംപ്രമൈസ് എന്തെന്നറിയാത്തവൻ. റെക്കോർഡ്സ് ഞാൻ കണ്ടു. ഈ റെക്കോർഡ്സ് മെഡൽസ് അതൊക്കെ കൊള്ളാം.
ഡ്യൂട്ടിയിലിരിക്കുമ്പോ ഭയം, ഭക്തി ഇതൊക്കെ വേണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ ഭയം എന്നാൽ എന്താ, അതെങ്ങനെ വരുന്നു എന്നറിയോ? അർദ്ധരാത്രി വാതിലിൽ മുട്ടുകെട്ട് പുറത്തു ചെല്ലുമ്പോ കാവൽ നിൽക്കുന്നവൻ പിടഞ്ഞു വീഴുന്നത് കണ്ടേക്കാം. രക്ഷിക്കാൻ സർവീസ് റിവോൾവർ പോലും കയ്യിലുണ്ടായിന്ന് വരില്ല. ചുറ്റും നിൽക്കുന്ന റൗഡികളുടെ പരിഹാസം മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പൊ ഉണ്ടാകുന്ന വികാരമാണ് ഭയം. വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരേണ്ട മകളും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഭാര്യയും തിരിച്ചു വന്നില്ല. 6 ആയി 7 ആയി, മണി 8 ആയിട്ടും വരേണ്ടവർ വന്നില്ല. 10 മണിക്ക് ഫോൺ റിങ് ചെയ്യും. ആ ഫോൺ എടുക്കാൻ പോകുന്ന നിന്റെ മാനസികാവസ്ഥയുടെ പേരാണ് ഭയം. റാത്തോഡ്, ഭയം അമൂല്യമായൊരു വികാരമാണ്. അതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. വൺ ഷുഡ് ഹാവ് ഹെൽത്തി റെസ്പെക്ട് ടുവേർഡ്സ് ഫിയർ. ഭയമില്ലാത്തവന്റെ ജീവിതം അപകടം പിടിച്ചതായിരിക്കും. എനിക്ക് ഭയമില്ലെന്ന് ആര് പറഞ്ഞു സർ? എപ്പോഴും അതുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നിൽ ഭയമുണ്ട് സർ. ഡ്യൂട്ടിയിൽ ചേരുമ്പോ പ്രാണൻ കളഞ്ഞും ജനങ്ങളെ സേവിക്കാമെന്നെടുത്ത പ്രതിജ്ഞ പാലിക്കാൻ കഴിയാതെ പോയാലോ എന്ന ഭയം. സാർ ഇപ്പൊ പറഞ്ഞ ഡോർ സൗണ്ട്, ഫോൺ റിംഗ്, ഇതൊക്കെ ഞാൻ കേട്ടു സർ. അന്ന് 10 മണിയായിട്ടും മകളോ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഭാര്യയോ മടങ്ങി വന്നില്ല സർ. ആ രാത്രി ഒരിക്കൽ കൂടി വന്നു സാർ ആ ഫോൺ. അതെന്റെ ഭാര്യയുടെ മരണവാർത്തയായിരുന്നിട്ടും സാർ ഈ പറഞ്ഞ ഭയം ഒരണു പോലും എനിക്കുണ്ടായില്ല സർ. തെറ്റ് ചെയ്യുന്നവർക്ക് ഭയം അവരുടെ എല്ലാ ഞരമ്പുകളിലുമുണ്ട്. എന്റെ ഭയം എന്റെ യൂണിഫോമിനോട് മാത്രമാണ് സർ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു സർ. എന്റെ കുട്ടിക്ക് ഒരു കുറവും വരില്ലെന്ന് എന്റെ ഭാര്യയ്ക്ക് ഞാൻ വാക്കൊടുത്തു സർ. നൗ ഇഫ് യു പ്ലീസ് എക്സ്ക്യൂസ് മീ, ഐ വിൽ ഡു ദാറ്റ് ഡ്യൂട്ടി സർ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ സർ. മരണം എന്റെ മുമ്പിൽ വന്നാലും എന്റെ കണ്ണിൽ ഭയം പാടില്ല. എന്റെ മുഖത്ത് പുഞ്ചിരിയും എന്റെ കൈ എന്റെ മീശയിലും ഉണ്ടാവണം സർ. പറയാതെ എങ്ങോട്ടാ പോയേ? അമ്മ വരും. ഡാഡിയും പോവോ അങ്ങോട്ട്? ഇല്ല മോളെ. ഡാഡി പോയാ ഞാനും വരും. മോൾ ഒറ്റയ്ക്ക് ഇരിക്കില്ല. എന്ന ഈ വ്യക്തി മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തമായി പെരുമാറിയെന്നല്ലാതെ അയാളിൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടാൻ ഈ കോടതി ഉത്തരവാകുന്നു. വേണ്ടത്ര തെളിവുകളില്ലാതെ കേസ് ചാർജ് ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ താക്കീത് ചെയ്ത് മുന്നയെ അയാളുടെ വസതിയിൽ ഭദ്രമായി എത്തിക്കണമെന്നും ഈ കോടതി ഉത്തരവിടുന്നു. ജഡ്ജി ഇവന്റെ മീശ എടുത്ത് കളയാൻ പറഞ്ഞു. ഇപ്പൊ ഇവൻ അപ്പന്റെ കോല് പിടിക്കാൻ വന്നിരിക്കുക. ബാവുജിയുടെ മകനെ നീ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ 10 ഇരട്ടി അപമാനം നീ അനുഭവിച്ചേ മതിയാകൂ. होम मिनिस्टर साहब आइए आइए. അങ്കിൾ 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 എനിക്ക് ഇവരോട് ഒരു കളി കളിക്കണം. ഇവന്മാരിൽ ഒരുത്തനെ ഓടാൻ പറയും, എന്നിട്ട് തൊടും, തൊട്ടിട്ട് പിന്നെ ബട്ടൺ കൂടാൻ പറയും. കൊച്ചു
അയ്യോ പാവം ഒരാഗ്രഹം പറഞ്ഞല്ലേ നടത്തിക്കോടെ. അയ്യോ SCP ഇത്ര ദേഷ്യം എന്തിനാ? ഇപ്പോ പോലീസ് എന്ന് പറഞ്ഞാൽ ജനത്തിന് ഫ്രണ്ട്സിനെ കണക്കാ. അവര് ആടണം പാടണം, അപ്പോഴേ നമുക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനം കിട്ടൂ. ആ തോക്കങ്ങ് മുടക്കി വെക്ക്. शुरू करो बेटा. പോലീസിന്റെ ബെൽറ്റ് ഇന്ന് മുതൽ ഈ വീട്ടിലെ പട്ടിക്ക് മീശക്കാരൻ. നിന്റെ മീശ പോയേ. मेरे बेटा मेरा बेटा मेरा 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 बेटा. ഇൻസ്പെക്ടർ സർ, മാനസിക നില തെറ്റിയൊരുത്തൻ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് FIR എഴുതിക്കോ. സാക്ഷിയായി ഹോം മിനിസ്റ്ററുടെ സിഗ്നേച്ചറും അതും പോരെങ്കിൽ അവന്റെ തന്തയുടെ ഒപ്പം കൂടി കൂട്ടിക്കോ. യെസ് സർ. മനസ്സിലാക്കിക്കോ, പോലീസുകാരൻ മാത്രമല്ല, അവന്റെ യൂണിഫോമും അതിന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും. കുടുംബം ഒട്ടുക്ക് ദീർഘായുസായിരിക്കട്ടെ. ഹലോ സർ, എൻ്റെ പേര് പ്രകാശ് രാജ്, ജേർണലിസ്റ്റ്. ഇത് ഹോളിക എന്ന രാക്ഷസിയാണ്. ഭഗവാൻ അവളെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ആഘോഷം. ഇത്തവണത്തെ ഉത്സവം രാക്ഷസിക്കല്ല, ഈ കൈ കൊണ്ട് അവസാനിച്ച ആ ദുഷ്ടന്റെ ഓർമ്മയ്ക്ക്. സമാധാനിക്കും സർ. ഇവരുടെയൊക്കെ മുഖത്ത് സന്തോഷം കണ്ടോ? വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഉത്സവം അവർക്ക് തിരിച്ചു നൽകിയത് സാറാ. ഈ വെളിച്ചം സാറിന് മാത്രം അവകാശപ്പെട്ടത്.
ഇൻസ്പെക്ടർ, സർ. ടിറ്റ്ലയുടെ ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മുടെ ആളുകളോട് അലർട്ട് ആവാൻ പറയണം. സർ. സ്ക്വാഡ് റിക്കമെൻഡ്. മഹേഷ്. പുറകീന്ന് കുത്തുന്നവനാണല്ലടാ, ആണും പെണ്ണും കെട്ടവനെ അത് ചെയ്യൂ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ സർ, മരണം എന്റെ മുമ്പിൽ വന്നാലും എന്റെ കണ്ണിൽ ഭയം പാടില്ല. എന്റെ മുഖത്ത് പുഞ്ചിരിയും എന്റെ കൈ എന്റെ മീശയിലും ഉണ്ടാവണം സർ. വിക്രം റാത്തോഡ്, ബഡ പോലീസ് ഓഫീസർ. തലയിൽ തൊപ്പി, കയ്യിൽ പവർ, മുഖത്ത് മീശ, ദൈവത്തെ പോലെ നീയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നിട്ടില്ലേ? ദേക്കോ ദേക്കോ തും ലോഗോं കാ ഭഗവാൻ. ഒരേ ഒരു വെടിയുണ്ടയ്ക്ക് പോലും തികഞ്ഞില്ല, ഇരട്ട ചങ്കുള്ളവൻ. ഇവനാണോ നിന്റെയൊക്കെ രക്ഷകൻ? സുനോ, ഈ നാടിന്റെ തലയിലെടുത്ത് നിർണയിക്കുന്ന ബാബുജിയ. ദൈവം നേരിട്ട് വന്നാൽ പോലും ഇതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതേ വിധി തന്നെ എല്ലാവർക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവം അമൃതം കുടിക്കുമ്പോൾ ഈ ടിറ്റിലെ രക്തമാണ് കുടിക്കാറ്. എന്റെ മകന്റെ മരണം ആഘോഷിച്ചവനാ നീ. അതുകൊണ്ട് അവന്റെ ചിത കത്തിയടങ്ങും മുമ്പ് നിന്നെ ബലി കൊടുത്തതടാ പട്ടി. ഇനിയൊരു പോലീസ് ഓഫീസർ ഉണ്ടായ
ഇവന്റെ സമാധിയിൽ വന്നിട്ട് വേണം അവൻ ജോലിയിൽ പ്രവേശിക്കാൻ. കുഴിച്ചു മൂടടാ. സാറിന് ജീവനോട് തോന്നുന്നു. ആരും ബഹളം വെക്കരുത്. ദയവേത് ഈ വിവരം പുറത്ത് ആരും. അദ്ദേഹം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ദൈവമാണ്. ഞങ്ങളുടെ മക്കളാണ് സത്യം. ഞങ്ങളിത് ആരോടും പറയില്ല. സാറ് മരിച്ചില്ലെന്നറിഞ്ഞപ്പോ ആ ബാബുജിയെ വിശ്വസിപ്പിക്കാൻ ഞങ്ങളൊരു കാല് ശവപ്പെട്ട് കുഴിച്ചിട്ടു. നാട്ടുവൈദ്യം പോരാതെ വന്നപ്പോ ഞങ്ങൾ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, രക്ഷപ്പെടുന്ന കാര്യം സംശയം, ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്ന്. അതറിഞ്ഞപ്പോ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിനാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും. അപ്പോഴാണ് നിങ്ങളെ കാണാനിടയായത്. നിങ്ങളെപ്പറ്റി മുഴുവൻ തിരക്കി. നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞു. ഏത് നാടകം കളിച്ചിട്ടാണെങ്കിലും ശരി, സാറിന്റെ കുട്ടിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. കുട്ടിയെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ വേറെ വഴി കണ്ടില്ല. എല്ലാത്തിനും ഞങ്ങൾ സോറി പറയുന്നു. അതൊന്നും സാരമില്ല. എന്റെ ദൈവം തമ്പുരാനെ, ആ നല്ല മനുഷ്യന് ആയുസ് നീട്ടി കൊടുക്കണേ. ഡോക്ടർ, ഐ എം സോറി. അവസാനമായി കാണണമെങ്കിൽ കാണാം. സർ, ഭയ്യ, സർ, പറയൂ സർ. പറയൂ സർ. സർ, പറയൂ സർ. ഡോക്ടർ, മോളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട സർ. മോൾക്ക് ഞാനുണ്ട്. ഡാഡി, ഇവിടെ എന്ത് ചെയ്യാ ഡാഡി? ഒന്നുമില്ലടാ, ഈ അങ്കിൾ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് ഈ പാട്ട് കേട്ട് ഉറക്കം വരും ഡാഡി. അതെന്റെ ഭാര്യയുടെ മരണവാർത്തയായിരുന്നിട്ടും സാർ ഈ പറഞ്ഞ ഭയം ഒരണു പോലും എനിക്കുണ്ടായില്ല സർ. പോലീസുകാരൻ മാത്രമല്ല, അവന്റെ യൂണിഫോമും അതിന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും. ഗുരുഭക്തി അത്രയ്ക്കുണ്ടോടാ നിനക്കൊക്കെ? പറയടാ, എവിടെ വിളിച്ചിരിക്കടാ അവൻ? ഓ അളിയ, അളിയൻ കൊന്നു കുഴിച്ചു മൂടിയവനെ എവിടെ ഇവരോട് ചോദിച്ചിട്ടെന്താ? അന്ന് അവന്റെ കുഴി മാത്രമല്ലേ നമ്മൾ മാന്തിയുള്ളൂ. അവനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. അവന്റെ ശവായോണ്ട് രാത്രി എണീറ്റ് യൂണിഫോം ഇട്ട് തുറന്ന അളിയന്റെ അതളിയ, അവൻ നമ്മുടെ ടൈപ്പല്ല. നല്ല നെഞ്ചൂക്കുള്ള കേസാ. ജീവനോടുണ്ടെങ്കിൽ അളിയൻ വിളിച്ചില്ലെങ്കിലും വരും. അഥവാ അവൻ വന്ന അളിയനുള്ള കുഴി അവൻ വരും. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. കാലനെ നേരിൽ കാണണമെങ്കിൽ അവൻ എന്റെ അടുത്ത് തന്നെ വരണം. വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നോ? ഇതങ്ങ് മോളിലെങ്ങാനും ചെന്ന് അതെങ്ങാനും സംഭവിച്ച റെയിൽവേ സ്റ്റേഷനിലാണോടാ ബിസിലടി? ഫൈൻ കെട്ടിട്ട് പോടാ. ഇതെവിടുത്തെ റൂള്? ഇവിടുത്തെ റൂള് കെട്ടുവേ. കെട്ടിയില്ലെങ്കിൽ ബോഡി പാളത്തെ കിടക്കും. എന്താടേ, പ്ലാറ്റ്ഫോമിൽ സ്ഥലമില്ലേ?
വെറും വയറ്റില് ജോക്ക കൊടക്കട പണി. പിന്നെ കുഞ്ഞങ്ങ് നിന്ന് തരും വിക്രൻ രാത്തോടിന്റെ അസിസ്റ്റന്റ്. ഈ പറയുന്ന വിക്രം റാത്തോട് എപ്പോഴേ പോയി. അയാളെ വടിയാക്കിയത് ഞങ്ങളൊക്കെ തന്നെയാ. അപ്പൊ ഇതാരാ? എന്താ സുഖാണോടാ? നമസ്കാരം സാർ. ഇവിടുന്ന് തുടങ്ങിക്കോ സാർ. അവിടുന്ന് തുടങ്ങിയ ഇഷ്ടത്തിന് റൂളൊന്നും മാറ്റാൻ പറ്റൂല സാർ. ഇവിടുന്ന് തുടങ്ങിയ പറ്റൂ സാർ. തിരക്ക് പിടിക്കണ്ട, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഓക്കെ സാർ. സാർ തിരിച്ചു വരും വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കാം സാർ. അവൻ ചത്തു ചത്തു ചത്തു. എത്ര തവണ ചാവുമടാ അവൻ? നിങ്ങൾ ഈ കണക്കും പഠിച്ചോണ്ടിരുന്നോ? അവനെങ്ങാനും വന്നാ മോനെ അത്താണി, വലത് കാലം വെച്ച് കയറാൻ നീ കക്കാമൊന്നൊന്നും അല്ലല്ലോ ഇവിടെ. കാട്ടാളന്മാരുടെ കോട്ടയാകുമ്പോ ഒറ്റയടിക്ക് അങ്ങ് ഇടിച്ചു നിരത്തണം. പോയി അതിനാണ് ഈ ലെഫ്റ്റ് ലെഗ്. വിക്രം റാത്തോഡ്. ദൈവമളിയന്റെ വിളി കേട്ടു. എന്തിന് ബാബുജി, സ്വാങ്ങൾ തന്നെ ഇപ്പോ ചത്തുപോയെന്ന നാടകമാടി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോന്ന് നോക്ക് നീ. എന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. തൊട്ട് കളിച്ച് പോലീസുകാരന്റെ ബെൽറ്റിലൊടുങ്ങി നിന്റെ പുന്നാര മോന്റെ 16 അടിയന്തരത്തിന് എന്റെ വക ഒരു ചെറിയ ഗ്യാപ്പ്. നീ കൊന്നും കൊലവിളിച്ചും ശാപം കിട്ടി ഈ നാടിന് ശാന്തി കിട്ടണമെങ്കിൽ നിന്റെയും നിന്റെ അനിയന്റെയും 16 അടിയന്തരം കൂടി നടന്നാലേ ഈ നാടിന്റെ വാസ്തു ശരിയാവും. ഈ ബാബുജിയുടെ രോമത്തിൽ തൊടില്ല നീ. ഈ ഊരിൽ ഞാൻ ഒറ്റ റൗഡിയാ. കറക്റ്റാടാ, ഞാൻ പറഞ്ഞു അതാ ഉണ്ടാവേണ്ടത് ഒരേ ഒരു റൗഡി. അവൻ പോലീസിൽ തന്നെ ഉണ്ട്. മോനെ ബാബുജി, ഇനി നീ ഇങ്ങനെ കൂട്ടിയും കുറച്ചും കഷ്ടപ്പെടണ്ട. നീ നിനക്കറിയാവുന്ന അഭ്യാസം മുഴുവൻ കാണിച്ചോ. നിന്റെ ആളുകളെ വിളിച്ചോ. നേരം വെളുത്ത കറക്റ്റ് 9 മണിക്ക് നിന്റെ ഗോഡൌണിലെ കൊള്ള മുതൽ മുഴുവൻ ജനങ്ങളുടെ കയ്യിലെത്തും. വേണമെങ്കിൽ മീഡിയക്കാരൻ വിളിച്ചോ. നിനക്കെന്ത് പുളുത്താവോ പുളുത്തിക്കോ. നിന്റെ ചരിത്രം ഞാൻ ഭൂമിശാസ്ത്രം ആക്കൂടാ ബാബുജി. ഇനി നിന്റെ ജീവിതം ജിന്താ ജിത്താ ചിത്താ. ഞാൻ പറയാം. ജിന്ത എന്ന് പറഞ്ഞ ബാക്ക്, താത്ത എന്ന് പറഞ്ഞ ലാത്തി, ചിത്ത എന്ന് പറഞ്ഞ ചമ്മന്തി. ടോട്ടലായിട്ട് പറഞ്ഞ ലാത്തിക്ക് അടിച്ച് അവിടെ ചമ്മന്തി ആക്കുന്ന അർത്ഥം. ചുമ്മാ മോളെ നീരജ, ആ സത്യബാബു പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട മോളെ. അവന്റെ സ്നേഹവും സത്യമല്ല. ആ കുട്ടി അവന്റെ മകളല്ലെങ്കിൽ അവൻ ഇങ്ങ് വരില്ലായിരുന്നോ? മോൾ അച്ഛൻ പറഞ്ഞ കല്യാണത്തിന് സമ്മതിക്കണം. നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ബന്ധമാ മോളെ ഇത്. മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മ പറയുന്നത്? എനിക്ക് പറ്റില്ലമ്മേ. ഇപ്പൊ തന്നെ സത്യബാബുവിനോട് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നല. സത്യബാബു ഇപ്പൊ സത്യബാബു അല്ല, വിക്രം റാത്തോഡ്. നമ്മുടെ ഈ കളി പുറത്താരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ എല്ലാം അവസാനിക്കും. ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യും. കമോൺ, ഫോളോ മീ. സത്യബാബു, എന്റെ അച്ഛനും അമ്മ എന്തോ പറഞ്ഞു വെച്ച് എന്നെ ഉപേക്ഷിക്കാൻ നിനക്ക് വേണ്ടി എത്ര ദിവസം ഞാൻ കാത്തിരുന്നു. ആരാ നീ? എവിടുന്നാ നീ? ആരാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ സത്യബാബു? സത്യബാബു അത്താണി. ഐ ആം നോട്ട് സത്യബാബു, എസ് പി റാത്തോഡ്. സത്യബാബു എന്നെ പോലെ ഇരിക്കുന്നതിനാൽ അയാളുടെ അടുത്ത് കുറച്ച് ദിവസം എന്റെ മോളെ ഏൽപ്പിച്ചിരുന്നു. അതെന്തോ തെറ്റിദ്ധരിച്ച് അവന്റെ ഗേൾ ഫ്രണ്ട് പിണങ്ങിപ്പോയി. അത് നീയാ? ധീരജ ഭൂസ്വാമി സംതിങ്. യാ, ഷെയിം ഷെയിം. യു ആർ ബാഡ് ലക്ക്. ഒരു നല്ല മനുഷ്യനെ കൈവിട്ടു. തള്ളേ, കൈവിട്ടു പോവോ? നിന്റെ നമ്പർ ഒന്നും എന്നോട് വേണ്ട. കുറച്ചുനാള് കൂടെ അല്ലായിരുന്നോ? നിന്നെക്കാളും വിളവ് കൂടിയായിട്ടുവാണടാ ഞാൻ. കൂടുതലൊന്നും വേണ്ട നിന്നെ മടക്കാൻ. ആക്ച്വലി ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ കണ്ടിങ്ങനെ കൺഫ്യൂസ്.
ക്ലോസിംഗ്. നാണമില്ലേ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഷോ നടത്താൻ? ലോക്കപ്പിലായി കളയും. മൂട്. അപ്പോ നിങ്ങൾ ശരിക്കും സത്യബാബു അല്ലേ? ലാത്തി കൊണ്ട് അടിയിട്ടിട്ടും ഡൗട്ടാ നിനക്ക്? പിന്നെ സത്യബാബു എവിടെയാ? ഹിമാലയാസ്. എന്തിന്? പ്രേമഭംഗം വന്നവരൊക്കെ അവസാനം അവിടെയല്ലേ എത്തപ്പെടുന്നത്? പെട്ടെന്നൊരു ദിവസം സ്നേഹിക്കുന്ന പെണ്ണ് കൈവിട്ടു പോയാൽ ഇനി വരില്ലേ? എന്തിനു വരണം? ഇന്ന് രാത്രി പൗർണമി, അർദ്ധരാത്രി 12 മണിക്ക് കുളിച്ചൊരുങ്ങി സ്നേഹിക്കുന്ന പെണ്ണ് മനസ്സലിഞ്ഞ് വിളിക്കണം, എന്നാലേ വരൂ. ഹിമാലയ എവിടെയാ? നോർത്ത്. അത്താണി 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 എന്ന് ഫീലിംഗിൽ വിളിച്ച നിന്റെ മുമ്പിലുണ്ടാവും. അർദ്ധരാത്രി വടക്കോട്ട് നോക്കി അത്താണിന്ന് വിളിക്കണോത്രേ. പോലീസുകാരന്റെ ഒരു കാക്കി ബുദ്ധി. ഇനി പറഞ്ഞത് സത്യമാണെങ്കിൽ മിസ്സാവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തായിരുന്നു നിങ്ങളുടെയും വരവ്. സത്യം പറയണോ കള്ളം പറയണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ നിങ്ങളോട് ഒരു തെറ്റും ആ മനസ്സ് ചെയ്തിട്ടില്ല. സോറി. സാരമില്ല. ഇന്ന് മുതൽ ഈ കുട്ടി എന്റേതും കൂടിയാ. സാർ, നിങ്ങളുടെ ഗോഡൌണിലെ സാധനങ്ങൾ വിക്രാന്ത് റാത്തോട് 9 മണിക്ക് നാട്ടുകാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളോട് ആര് പറഞ്ഞു വരില്ലെന്ന്? മനുഷ്യനായ അളിയനെ പോലെ ക്ഷമിച്ച് കാത്തിരിക്കണം അല്ലേ അളിയ? ചുമ്മാ. ഈ ബാബുജിയെ നിങ്ങൾ കണ്ടോ? ശരിക്കും കണ്ടോ? എന്നിട്ട് ജനങ്ങൾക്കും കാണിച്ചു കൊടുക്ക. 9 ആയി. 9:30 എവിടെടാ അവൻ? രാഹുകാലവും ഗുളികകാലവും മുഹൂർത്തവും നോക്കുക. 11:30 ആകാറായി. കഹാ ഗയാ വോ പോലീസ് വാല? നമ്മുടെ ആൾക്കാരെ ഭയന്ന് ലോക്കപ്പിൽ ഒളിച്ചിരിക്കുകയായിരിക്കും. അവൻ ഒളിക്കുന്ന ടൈപ്പല്ല, ജിന്താത്തക്കാരനാ. ഫോൺ. എടാ ബാബുജി, എവിടെയാടാ നിന്റെ ഗോഡൌൺസ്? രാവിലെ മുതൽ അഡ്രസ് അറിയാണ്ട് ഞാനിങ്ങനെ അറിഞ്ഞോണ്ടിരിക്കുക. ആ പിന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാബുജി ലിക്കർ ഫാക്ടറി എന്ന ബോർഡിനടുത്താ. വന്ന സ്ഥിതിക്ക് ഞാനിത് കത്തിക്കാം. ആ അതിവിടെ ഞാനിതൊക്കെ ഒരു നേരം പോക്കിന് ചെയ്യുന്ന. നിന്റെ ഗോഡൌൺ എവിടെയാണെന്ന് പറയാമോ? അരേ സാലാ, ചങ്കുറപ്പുണ്ടെങ്കിൽ അവിടെ ഇരി. അങ്ങോട്ട് വരാമടാ ഞാൻ. ഇപ്പൊ അങ്ങനെയായോ? എങ്കിൽ ഞാനോട് വെയിറ്റ് ചെയ്യാം. എടുക്കടാ വണ്ടി. ഒരു മിനിറ്റ്, ഇപ്പൊ എന്താ പോണു സാർ? അനിയും വിഷമിക്കണ്ട. ഉത്തരം മുട്ടുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. ബാക്കി കാണണമെങ്കിൽ വാ. എവിടെ വന്നില്ലേ? ഒരു ഫോൺ വന്ന് വെളിയിൽ പോയി സാർ. വെളിയിൽ പോയെന്നോ? എന്റെ അമ്മേ, ബാബുജി അവന്റെ ഗ്യാങ്ങിനെയും പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചിട്ടും നിക്കാതെ ഓടിപ്പോയെന്നോ? കൊള്ളാം. ബാബുജിയെ വിളിക്കേ. ഇത്ര നാളും ബാബുജി കൊള്ളയടിച്ച സർവ്വസമ്പത്തും നാട്ടുകാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വാക്ക് വലിച്ചു. ഇത് ലൈവാ? അതെ സാർ. ആ നേരെ പിടിക്കേ. ബാബുജി നാണം കെട്ട് ഒളിച്ചോടിയത് ഈ നാട്ടുകാരെ മുഴുവൻ കാണണം. എന്താടാ ഇത്? ഇവിടെ നോക്കടാ. ഞാൻ ഒറ്റയ്ക്ക് എത്ര നേരം ഇങ്ങനെ ഇവിടെ കാത്തിരിക്കണോടാ. ശരിടാ, നിനക്കൊരു ചാൻസ് കൂടെ തരാം. നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ വില എന്തെന്ന് അറിയണമെങ്കിൽ നാളെ നീ വാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നീ ദിവസവും കുടിക്കുന്ന ഗോമൂത്രമാണെങ്കിൽ വാടാ. നാളെ നിന്നെ കൊണ്ട് നിന്റെ മൂത്രം തന്നെ കുടിപ്പിച്ച് തിരിക്കടാ വണ്ടികള്, എടുക്കടാ വണ്ടികള്. ആ വണ്ടിയാന്ന് എനിക്കറിയാം. അളിയനെ മൂക്കി പഞ്ഞു വെച്ച് കിടത്തേണ്ട ആംബുലൻസ്. അച്ഛാ, ബഹുത് അച്ഛാ.
നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ബാബുജിയെ എതിർക്കാനുള്ള തന്റെ ഇടം ആർക്കുണ്ടെങ്കിലും വരാൻ പറയടാ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നാ ഇത് ഇന്നത്തോടെ അവസാനിക്കും. കേറി വാ. എന്തോന്ന് വരാൻ, ഇവന്റെയൊക്കെ ശരീരത്തിൽ ഓടുന്നത് രക്തമല്ല, ബാബുജിയുടെ മൂത്രമാ. ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഒരാൾക്കും രോഷം തോന്നുന്നില്ലേ? ഇവന്റെ ഈ അഹങ്കാരത്തിന് പകരം ചോദിക്കണം നിങ്ങൾ. നീ എത്ര കുറച്ചാലും എന്റെ മുമ്പിൽ വരാൻ ആരും ധൈര്യപ്പെടില്ലടാ. ഞാനൊന്നും ഞൊടിച്ചാലുണ്ടല്ലോ, ഭർത്താവിനെ പോലും കളഞ്ഞ് ഏത് പെണ്ണും എന്തിനും തയ്യാറായി എന്നോടൊത്തിറങ്ങി വരും. കാണണോ? നിന്നെ തന്നെ. എന്റെ മോന്റെ ചൂടറിഞ്ഞവളല്ലേ, ഇനി എന്റെ ചൂട് കൂടി ഒന്ന് അറിയണ്ടേ? വാ ബൈഠോ. ഈ ധൈര്യം അന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്പനെയും മോനെയും പെട്ടി എറിഞ്ഞ് നിന്റെയൊക്കെ ശവത്തിന്റെ കൂടെ കടന്നതിനിടെ തണ്ടി. സബാഷ് പ്രമീള, കൊടുത്തോ. അയ്യടാ, അവളോട് നിരിക്കാനേ പറഞ്ഞുള്ളൂ, പക്ഷെ അവൾ അളിയനെ കിടത്തി. നിർത്തോ. എങ്ങനുണ്ടാ? പൊങ്ങ്. ആണുങ്ങൾ ആരെങ്കിലും കൈവെക്കുന്ന ഞാൻ കരുതിയത്. ഇവളുടെ പുറംകാലിന് തികഞ്ഞില്ലല്ലോടാ നീ. ഇങ്ങോട്ട് ഇവിടെ തന്നെ വെച്ചോ, പുലുക്കല്ലേ, പതിയെ. അങ്ങനെ എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്നോ. കരയാതെ മോളെ. മോൾ ആരെയും പേടിക്കണ്ട. മോൾക്കൊരു കഥ കേൾക്കണം. പണ്ട് ഒരിടത്തൊരു വലിയ കൊള്ള സംഘം ഉണ്ടായിരുന്നു, ഈ ദുഷ്ടന്മാരെ പോലെ. അവിടേക്ക് ഒരു നല്ല പോലീസ് ഓഫീസർ വന്ന് ചാർജ് എടുത്തു, മോളുടെ അച്ഛനെ പോലെ. അച്ഛൻ ഇവിടെ വന്ന് ഇവിടെയുള്ള എല്ലാവന്മാരെയും ഇടിച്ച് ചമ്മന്തിയാക്കി. ഈ ടിറ്റിലെ ആരാണെന്ന് ആ റാത്തോടിനെ അറിയാമടി. വിക്രം രാത്തോട് മരിച്ചു പോയടാ. ഇപ്പൊ അവതരിച്ചത് സത്യബാബു അത്താണി. വിക്രം രാത്തോടനെ കള്ളത്തരത്തിൽ നീ കൊന്നു കളഞ്ഞു. പക്ഷെ എന്റെ സത്യബാബു പേരും കള്ളൻ തന്നെയാണടാ. അവനോട് നിന്റെ ഒരു പണി നടക്കില്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടി സ്ഥലം കാലിയാക്കാൻ നോക്കിക്കോ. അവനെങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങിയ ജിന്താത്ത ചിത്ത ചിത്ത ജിന്താത്ത ആയി പോ. എന്താണ് ചിന്താത്ത? ഞാൻ പറയാം. ജിന്ത എന്ന് പറഞ്ഞ ബാക്ക്, താത്ത എന്ന് പറഞ്ഞ ലാത്തി, ജിന്താത്ത എന്ന് പറഞ്ഞ ബ്രേക്ക്. ടോട്ടലായിട്ട് പറഞ്ഞ അടിച്ചങ്ങ് പരത്തൂന്ന് അർത്ഥം. ഇതൊന്നും പോരാഞ്ഞ് ഇതിന്റെ ഡീറ്റെയിൽ മീനിങ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചന്തി അടിക്ക് പൊളിച്ച്. പിന്നെ
അവൻ അത്ര വലിയ ആളാ എങ്കിൽ അവന്റെ മോളെ ഞാൻ കൊല്ലും. എന്ത് ചെയ്യുന്ന കണ്ടേ. എന്റെ മോളെ തൊടുന്നവന്റെ മാത്രമല്ല, അത് ആലോചിക്കുന്നവന്റെ കൈയും കൂടി ഞാൻ വെട്ടിമാറ്റും. ആലിക്കെത്തിയല്ലേ, ഇനി അർത്ഥം അറിയാം. ഡാഡി
പറഞ്ഞത് കറക്റ്റാടി. നിന്റെ അത്താണിക്ക് ജിന്താത്തി അടിക്കാൻ അറിയാൻ നന്നായിട്ട്. എന്നാൽ ഈ ടിറ്റിലേക്ക് അടിക്കാൻ അറിയില്ല, പക്ഷെ ജീവൻ എടുക്കാൻ അറിയാമടി. ആ ഇതൊക്കെ കിട്ടിയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാലേ പുറത്തേക്ക് ഇറങ്ങി അമ്മ എന്ന് നീട്ടി വിളിച്ചു നോക്ക, ആരെങ്കിലൊക്കെ ഇനിയും തരുവളിയാ. ചുമ്മാ 3 മാസമായി വീട് കണ്ടിട്ട്. അവള് വഴക്കുണ്ടാക്കും, അത് ഉറപ്പാ. മിണ്ടാതിരുന്ന് കളിക്കാൻ നോക്ക്. അടി എവിടുന്നായാലും കിട്ടിയാ പോരെ. അണ്ണാ ധർമ്മം തരണേ അണ്ണാ. 3 ദിവസമായി അണ്ണാ നടപ്പ് തുടങ്ങിയിട്ട്. 30 ദിവസമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. പോടാവേ, ഞാൻ വെച്ചു. എടാ ആ പുലി വരുന്നടാ. സാർ ഞങ്ങൾ റെഡിയാണ് സാർ. തരാനുള്ളത് ഇങ്ങ് തന്നേക്കൂ സാർ. ഇപ്പൊ മൂടില്ലടാ, പിന്നെ ഒരിക്കാവാം. നീയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ കോട്ട ഡബിൾ ആകും. ഡബിൾ താക്കൂല സാർ. ഷോട്ട് ഓക്കേ. Jinta tak